Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം മങ്കാട്ടുകടവ് തൈവിള ബ്രഹ്മശ്രീ വിശ്വനാഥക്കുറുപ്പ് സ്മാരക ആത്മവിദ്യാവേദിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം 2025 മെയ് 30 മുതൽ ജൂൺ 6 വരെ നടക്കുകയുണ്ടായി. അതിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ സമർപ്പണ ദിവസത്തിൽ രാവിലെ മുതൽ യജ്ഞശാലയിൽ നടന്ന പാരായണത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും സമർപ്പണ പൂജയുടെയും തുടർന്ന് സമർപ്പണ സഭയിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൻ്റെയും കൂടാതെ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ചെറുകോട് ആഞ്ജനേയാശ്രമ മഠാധിപതി രാമാനന്ദനാഥ ചൈതന്യ അവറുകളുടെയും തിരുവനന്തപുരം പൂജപ്പുരയിൽ ഡോക്ടർ കൃഷ്ണൻ നായർ അവറുകളുടെയും പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് 1ഉം 2ഉം ഭാഗങ്ങളായി തയ്യാറാക്കിയ ഈ വീഡിയോയുടെ 2ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ബ്രഹ്മശ്രീ വിശ്വനാഥക്കുറുപ്പ് സ്മാരക ആത്മവിദ്യാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ യജ്ഞയജമാനൻ ശ്രീ വി വിജയകുമാർ സെക്രട്ടറി ആത്മവിദ്യാവേദി അവർകളും യജ്ഞാചാര്യൻ ഓച്ചിറ ശങ്കർജി എന്നറിയപ്പെടുന്ന ശ്രീ വള്ളിക്കുന്നം ശങ്കരപ്പിള്ള അവർകൾ, യജ്ഞഹോതാവ് ശ്രീ കെ ശിവകുമാരൻ നായർ അവർകൾ, യജ്ഞ പൗരാണികർ ശ്രീ വട്ടപ്പാറ സോമശേഖരൻ നായർ അവർകൾ, ശ്രീ ചീരാണിക്കര രാമാനന്ദ സ്വാമി അവർകൾ, ശ്രീ എൽ ശശിധരൻ ഉണ്ണിത്താൻ അവർകൾ എന്നിവരാണ്. ഈ വേദിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ദ്വാദശാബ്ദങ്ങൾ സേവിപ്പാൻ പത്തുവിധ ലക്ഷണത്തോട് നമോ ഭഗവതേ വാസുദേവായ. ഒന്നു രണ്ടില്ലാതാത്മാമായാൽ ഒന്നു രണ്ടായി തോന്നിച്ചു, രണ്ടായി കണ്ടതൊന്നും തോന്നിച്ച് ഏകം തോന്നിയിടുന്നത് രണ്ടായി ഭ്രമിച്ചു. പൂർവസ്മൃതി തന്നാലായത് കൊണ്ടിട്ട് ഒന്ന് രണ്ടെല്ലാം ഭ്രമം. മായാചിന്തനം കണ്ടും മായ ബ്രഹ്മം ലക്ഷണശൂന്യാചിന്യം നിർവികാരം എന്നിരിക്കുന്ന നില ബന്ധമോക്ഷങ്ങളറ്റതെന്നു എന്നതും സംസാരാദിഭ്രമങ്ങളറ്റ പദമോ. ഇതിനെ സാധിപ്പാനായി സകല കഥകളും ഇതിന് ഭാഗവതം ഭക്തിയും മുഖ്യം മുനേ. മാമുനിമാരുമായി മോദമോടിരുന്നിതു മാമുനിമാരാൽ അനുഗ്രഹീനായ സൂതൻ വാസുദേവായിച്ചും തെളിഞ്ഞിരിക്കോ സജ്ജനങ്ങൾ ഒക്കെയും ക്ഷമിക്കയും അനുഗ്രഹം ഭക്തി വ്യക്തികളില്ലെന്നാകിലും ചെയ്യണോ. കരുണാത്മാക്കളായ ഭഗതാം ജഗത്തിനും കരുണായ ഗുരുവരനായ കരുണാവാരിരാശിയാകിയ ഭഗവാൻ ധരണീശ്വരന്മാർക്കും സർവ്വോ വണങ്ങുന്നേ. സർവത്ര പരിപൂർണമായ പരബ്രഹ്മം സർവദാ തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും നിർവാണ
ഭഗവാന്റെ ദേവതാസ്തുതികളുമൊക്കെ കേവലം ചൊല്ലി പിന്നെ ശേഷമെല്ലാം വേദനമുള്ള കഥ ചിന്തിച്ചാൽ അവന്യമാ കാലവൈഭവമോ മായയെന്നോർത്ത് വാഴ്ക സുഖവും കേവലമേ ചൊല്ലി വണങ്ങി കിളിമകൾ കൈവല്ലാനന്ദത്തോടെ വസിച്ചിരക്കാലമേ ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണോത്തമേ ശ്രീ സൂതസംവാദേ ദ്വാദശസ്കന്ധം സമാപ്തം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശുഭം ഭൂയാത് ചൊല്ലാം കുറഞ്ഞതു ദേവിക്കൊള്ള പാപകരവും കാര്യം കാരണം പ്രിയകൾ കാലസ്വരൂപി ഐകത്തെ വിലാസനിതു പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവശിഷ്യതേ ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ സർവേ വൈ സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സമസ്ത മാനസഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞാനന്ദസ്വാഭാവികം സാധിപ്പാനെഴുതായ സാധനം ചൊല്ലുകൂടിപ്പോൾ ചൊല്ലുവാനേകമുണ്ടോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ ചൊല്ലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുമെന്നതിനും കേൾക്കുന്നതും ചെയ്യാമല്ലോ. ചൊല്ലലും പുരാണങ്ങളുള്ളവയെല്ലാത്തിനും നല്ലത് ഭാഗവതമെന്നല്ലോ. ചൊല്ലൂ പുരാണങ്ങളൊക്കെയും ഉണ്ടെങ്കിലും ഭാഗവതത്തിന്റെ മിക്കവാറുമുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞു വന്നു. പറയാത്തൊരു ചരിത്രം എന്ന് പറയുന്നത് മാർക്കണ്ഡേയ ചരിത്രത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല.
അത് ശ്രദ്ധിക്കുക അറിയാം. പക്ഷേ മാർക്കണ്ഡേയചരിതം നമുക്ക് ന്യായം പറയാൻ സമയത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. മൃഗണ്ടൂപ കൃഷിക്ക് ഭഗവാന്റെ അനുഗ്രഹപ്രകാരം കിട്ടിയ കുട്ടിയാണ് മാർക്കണ്ഡേയൻ. ആ മാർക്കണ്ഡേയൻ്റെ പരിധി അന്ന് മൃഗണ്ടുവിനോട് ഭഗവാൻ പറഞ്ഞ 16 വയസ്സെന്നാണ്. ഈ 16 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവകൾ പോലും ഖണ്ഡിക്കപ്പെട്ടു, 16 വയസ്സേ പ്രായമുള്ളൂ എന്ന്. പക്ഷേ 16 വയസ്സാണ് എന്ന് പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല, മരിക്കുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടി ഓരോ ദിവസം കഴിയുമ്പോഴും പിതാവും മാതാവും ഈ കുഞ്ഞിനെ കാണുമ്പോൾ കണ്ണുനീരൊഴുക്കുകയാണ്. എന്താ കാരണം? 16 വയസ്സ് വരെ ജീവിച്ചിരിക്കത്തുള്ളൂ, പിന്നെ മരിച്ചു പോകുമല്ലോ. വളരെ പ്രധാനമായി കുഞ്ഞ് അറിഞ്ഞപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിതാവ് തപസ് ചെയ്തിരിക്കുന്ന ആ ദേവനെ തന്നെ എനിക്കും തപസ് ചെയ്യാൻ കഴിയുമല്ലോ, എന്തായാലും മരിച്ചു പോകുമല്ലോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ദോഷം? ഇത് പരമ്പരാധർമ്മത്തിൽ വരുന്ന ഒരു വാക്കാണ്. ആ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഈശ്വരാരാധനയുടെ ക്രമം മുൻകാലങ്ങളിൽ കൊണ്ടുപോയിരിക്കുന്നത്, അതിനനുസരിച്ച് ആ ധർമ്മത്തെ സ്വാധീകരിച്ചുകൊണ്ടായിരിക്കും ആ കുലത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലുമൊക്കെ ചിലതുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായ ആളാണ് ഇപ്പോൾ മാർക്കണ്ഡേയൻ. ഈ സമർപ്പണ സഭയും ഗുരുദക്ഷിണയും എന്ന ചടങ്ങാണ് ഇനി നടക്കാനുള്ളത്. ഈ സമർപ്പണ സഭയിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്ന 2 സ്വാമിമാരെയാണ്, ശ്രീരാമദാസാശ്രമവുമായി ബന്ധമുള്ള 2 സ്വാമിമാരെയാണ് നമ്മൾ ക്ഷണിച്ചിരുന്നത്. അതിൽ ഒരു സ്വാമിജി മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. മലപ്പുറം വണ്ടൂർ ഭാഗത്ത് നിന്ന് ആഞ്ജനേയ ആശ്രമ മഠാധിപതി സ്വാമി രാമദാസൻ ചൈതന്യാണ് നിർത്തിയിരിക്കുന്ന സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ 2 മാസം മുമ്പ് ഒരു രാമായണ നവാഹം ഉണ്ടായിരുന്നു. ആ പരിചയമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് പൂജപ്പുര കൃഷ്ണനായ സാറ് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. രാമദാസ് ആശ്രമമായിട്ട് ദീർഘകാലമായി ബന്ധമുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ ആചാര്യൻ പള്ളികളും സെക്രട്ടറികളോ അഥവാ ഓച്ചറ ശങ്കർജി എന്നറിയപ്പെടുന്ന അദ്ദേഹവുമാണ് വേദിയിരിക്കുന്നത്. ആദ്യമായി വണ്ടൂരിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച സ്വാമിജിക്ക് ആത്മവിദ്യാവേദിയുടെ ഒരു ഉപകാരം. അനുഗ്രഹപ്രഭാഷണം എന്ന് പറയാൻ എനിക്കറിയില്ല. ഏതായാലും സ്വാമിയെ 2 വാക്ക് സംസാരിക്കാനായി സാദരം ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പദകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യമാർന്ന ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നിവിടെ എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത്. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്നു വരുന്ന സപ്താഹത്തിൻ്റെ സമാപന സഭയിൽ നിങ്ങളോടൊപ്പം ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഗുരുനിശ്ചയത്താൽ ഇവിടെ എത്താൻ സാധിച്ചത് തന്നെ നമുക്കെന്ന സുഹൃതമായിട്ട് കരുതട്ടെ, സങ്കല്പിക്കട്ടെ. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മഹാഗുരുവിൻ്റെ സങ്കല്പം കൊണ്ട് ധന്യമായ ഭൂമികയിൽ ഈ ഒരു ദിവസം ഒത്തുകൂടാനും ആ ഗുരുസ്മരണയെ മുൻനിർത്തിക്കൊണ്ട് സപ്താഹത്തെ മാധ്യമമാക്കിക്കൊണ്ട് നമുക്ക് ഒത്തുകൂടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സങ്കല്പം എന്ന് ഇവിടെ ആരംഭിച്ചോ അന്ന് തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ 2025 ജൂൺ മാസം 6-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണിക്ക് ഈ ഒരു സഭ ഉണ്ടാകണമെന്ന് അന്നേ ഗുരുക്കന്മാർ നിശ്ചയിച്ചിട്ടുണ്ടാകും. അല്ലാതെ നമുക്കിവിടെ ഒത്തുകൂടാൻ സാധിക്കുകയില്ല. കാരണം ഞാനിപ്പോൾ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ വന്ന ഈ സമയത്ത് നമ്മൾ ഒത്തുചേരാനുള്ള ഒരു നിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനോ നിങ്ങളോ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പൂർവ്വസൂര്യങ്ങളായിട്ട് ഋഷീശ്വരന്മാർ
ഈ ഒരു സങ്കല്പത്തെ ഇവിടെ തുടങ്ങിയ അന്ന് തന്നെ എന്തെല്ലാം സങ്കല്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നുള്ളതാണ് ഇന്നേ വരെയുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ കണ്ടുവരുന്ന പ്രവണതയുമൊക്കെ. അത്രയും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഗുരുസങ്കല്പം എന്നത്. ആ ഒരു ഗുരുസങ്കല്പത്തിൻ്റെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ ഈ കാര്യക്രമങ്ങൾ നടക്കുന്നത് എന്ന് കാണുമ്പോൾ വളരെ വളരെ സന്തോഷവും അതിലുപരി ആ ഒരു ഗുരുസ്മരണയോടുള്ള അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ആ ഒരു സ്മരണയും നമ്മളെല്ലാം മനസ്സുകളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. രാമായണത്തിൽ അതുകൊണ്ടാണ് നമുക്കറിയാം, രാമായണത്തിൽ രാവണന്റെ ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂമിദേവി ഗോരൂപം കൊണ്ട് മഹാവിഷ്ണുവിനോട് തൻ്റെ ദുഃഖം പറഞ്ഞ സമയത്ത് മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ത്രേതായുഗത്തിൽ അയോധ്യയിൽ ദശരഥൻ്റെ മകനായിട്ട് രാമൻ എന്ന പേരോടുകൂടി ഭൂമിയിൽ അവതരിക്കും. അന്ന് അല്ലയോ ദേവന്മാരെ, നിങ്ങൾ കുരങ്ങന്മാരായി നിന്നുകൊണ്ട് എന്നെ സഹായിക്കുന്നതിന് ഭൂമിയിൽ വരണം എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ കണ്ടു. അതിന് തൊട്ടടുത്ത വരിയിൽ രാമായണത്തിൽ പറയുന്നത് ഈശ്വരൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ കുരങ്ങന്മാർ മലകളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലുമൊക്കെ ഭഗവാനെ കാത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നേ നിശ്ചയിച്ചിട്ടുണ്ട് ത്രേതായുഗത്തിൽ മഹാവിഷ്ണു അവതരിക്കും, രാമനായിട്ട് അവതരിക്കുമെന്നും ആ രാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ ഉണ്ടാകണമെന്നും എപ്രകാരമാണോ ഭഗവാൻ നിശ്ചയിച്ചത് അതേ പ്രകാരത്തിൽ തന്നെയാണ് ഓരോ സന്നിധികളും ഗുരുസങ്കല്പം കൊണ്ട് ആരംഭിക്കുന്ന സമയത്ത് അന്നേ നിശ്ചയിക്കും അവിടെ എന്തെല്ലാമാണ്, ഏതെല്ലാം കാലഘട്ടത്തിൽ എന്തെല്ലാം നടക്കണമെന്നൊക്കെ. ഈ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും സപ്താഹം നടക്കുന്ന വേദിയിൽ പൊതുവെ പല സ്ഥലങ്ങളിലും ആളുകൾ വളരെ വളരെ ചുരുക്കമായി. എന്നാൽ ഇവിടെ ഈ ഉള്ള സഭയിൽ ഇത്രയും ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ഈ സത്സംഗം ശ്രമിക്കാൻ ഉണ്ടെങ്കിൽ അത് ആ ഗുരുക്കന്മാരുടെ സങ്കല്പം കൊണ്ട് ധന്യതയാർന്നൊരു ഭൂമികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ പൊതുവെ കണ്ടുവരാറുള്ളത് എല്ലാ വർഷങ്ങളും എല്ലാ വർഷത്തിലും ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ആശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്, സപ്താഹങ്ങൾ നടക്കാറുണ്ട്. വർഷാവർഷം ഇതുപോലെ സത്സംഗം നടക്കുമ്പോൾ അതെന്തിനാണ് ആ ഒരു സത്സംഗം നടക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ്. സത്സംഗം എന്ന പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊരു അധിക പ്രസംഗം നിൽക്കുന്നില്ല. കാരണം ഇവിടെ പൂജപ്പുര സാറുണ്ട്, അതുപോലെ ആചാര്യന്മാരുണ്ട്, ഇവരൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആളുകളാണ്. എങ്കിലും ഈ ഒരു സഭയിൽ സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം എന്നുള്ള കാര്യം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. സത്സംഗം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, നല്ലതിനോടുള്ള കൂടിച്ചേരലാണ്. നല്ലതിനോടുള്ള കൂടിച്ചേരൽ. ഈ സത്സംഗങ്ങൾ ഉണ്ടാകേണ്ടതിന് ആവശ്യകത എന്നത് നന്മയോടും നല്ലതിനോടുമുള്ള കൂടിച്ചേരലാണെങ്കിൽ ആ സത്സംഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഒരിക്കൽ നാരദര് മഹാവിഷ്ണുവിനോട് ചോദിച്ചു എന്നാണ് ഒരു കഥയുള്ളത്. നാരദ മഹാവിഷ്ണുവിനോട് ഈ സത്സംഗത്തിൻ്റെ അല്ലെങ്കിൽ സത്സംഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ആ കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സത്സംഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സത്സംഗം ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്, അഥവാ സത്സംഗം എന്താണെന്ന് ഒരിക്കലും നാരദന് മഹാവിഷ്ണുവിനോട് ചോദിച്ചു. അപ്പം മഹാവിഷ്ണു പറഞ്ഞു, ഞാനതിന് ഉത്തരം പറയണില്ല. ഒരു കാര്യം ചെയ്യും നാരദനെ, അങ്ങ് ബദ്രീനാഥിലേക്ക് ചെല്ലുക. ബദ്രീനാഥിൽ ഒരു അത്തിമരത്തിൽ ഒരു പുഴുവിനെ കാണും. ആ പുഴുവിനോട് ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി പറയും. അങ്ങനെ നാരദരുടെ സുഖസിദ്ധമായിട്ടുള്ള രീതിയിൽ നാരായണ ജപിച്ചുകൊണ്ട് നേരെ ബദ്രീനാഥിലേക്ക് സഞ്ചരിച്ചു. ബദ്രീനാഥിലെത്തി കഷ്ടപ്പെട്ട് ഈ ഒരു അത്തിമരം കണ്ടുപിടിച്ചു, അതിലുള്ള പുഴുവിനെ കണ്ടുപിടിച്ചു. ആ പുഴുവിനോട് നാരദർ ഈ ചോദ്യം ആവർത്തിച്ചു, എന്താണ് സത്സംഗം എന്ന ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം കേട്ട മാത്രയിൽ ആ പുഴു തലയുയർത്തി നാരദരെ ഒന്ന് നോക്കുകയും അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നതാണ്. ഉടനെ നാരദർ തിരിച്ച് മഹാവിഷ്ണു സമീപത്ത് വന്നു ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാരദർ മഹാവിഷ്ണു വിചരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും നാരദരെ, അങ്ങ് അയോധ്യയിലേക്ക് ചെന്നാട്ടെ. അയോധ്യയിൽ വൈശ്വാനൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ ഇല്ലത്ത് അങ്ങ് ചെല്ലുന്ന സമയത്ത് ഒരു പശു പ്രസവിക്കും. ആ പശു പിതാവിനോട് ഇതേ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു പറയും. എന്തായാലും നാരദര് വീണ്ടും നാരായണ ജപിച്ചുകൊണ്ട് അയോധ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിച്ചു. അയോധ്യയിൽ എത്തിച്ചേർന്നു. വൈശ്വാനന്റെ ഇല്ലം കണ്ടുപിടിച്ചു. ആ ഗോശാലയിലേക്ക് ചെന്ന സമയത്ത് അവിടെ ആ പശു പ്രസവിച്ച് ആ പശുക്കിടാവിനെ കണ്ടു. നാരദര് തൻ്റെ ചോദ്യം ആ പശുക്കിടാവിനോട് ആവർത്തിച്ചു, എന്താണ് സത്സംഗം എന്ന ചോദ്യം ആവർത്തിച്ചു. ഈ ചോദ്യം കേട്ട മാത്രയിൽ തന്നെ ആ പശുക്കിടാവും നേരത്തെ പുഴുവിന് സംഭവിച്ചതുപോലെ തന്നെ തലയുയർത്തി നാരദരെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ പിടഞ്ഞു വീണ്ടും മരിച്ചു. ദുഃഖത്തോടുകൂടി നാരദർ അവിടെ നിന്ന് വീണ്ടും മഹാവിഷ്ണു സന്നിധിയിലെത്തി ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു.
മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഉടനെ തന്നെ കാശി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുക. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ രാജാവിന് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അങ്ങ് അവിടെ ചെല്ലുന്ന സമയത്ത് അങ്ങ് ആ കുഞ്ഞിനോട് ഇതേ ചോദ്യം ആവർത്തിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നാരദർക്ക് നേരത്തെ ഉണ്ടായ അത്രയും സന്തോഷമില്ല. കാരണം എന്താ, ആദ്യം പുഴുവിനോട് ചോദിച്ചപ്പോൾ പുഴു മരിച്ചു, രണ്ടാമത് പശുവിനോട് ചോദിച്ചപ്പോൾ പശുക്കുട്ടി മരിച്ചു. ഇനി ചോദിക്കാനുള്ളത് ആരോടാ? രാജകുമാരനോടാ. അതും കാലങ്ങൾക്ക് ശേഷം തനിക്ക് കിട്ടിയ ഒരു കുഞ്ഞിനോട് ചോദിക്കാനുള്ളത്. അഥവാ ആ കുഞ്ഞിന് വല്ലതും സംഭവിച്ചാൽ ദേവർഷിയാണെന്ന് രാജാവ് ചിലപ്പോൾ നോക്കിയിരുന്നില്ല. എന്തായാലും ദുഃഖത്തോടു കൂടിയും ഭയത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയും നാരദർ മുട്ടവിറച്ചുകൊണ്ട് ഭയത്തോടു കൂടി കാശിരാജാവിൻ്റെ സമീപത്തേക്ക്, ആ കൊട്ടാരത്തിന് സമീപത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയ സമയത്ത് രാജാവ് നാരദരെ കാണുകയും നാരദരെ ഉപചാരങ്ങളോടുകൂടി ആനയിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവിടെ എത്തുമ്പോഴും നാരദരുടെ അവസ്ഥ ഭയത്തോടുകൂടി നിൽക്കുകയാണ്. കാരണം ചോദ്യം ചോദിക്കണം, ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് നാരദർക്ക് മുട്ട് വരയ്ക്കുന്നുണ്ട്. എന്തായാലും രാജാവ് തൻ്റെ കുഞ്ഞിനെ എടുത്ത് നാരദരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എൻ്റെ രാജകുമാരനെ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരദരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നാരദർ ഭയത്തോടുകൂടി പതിയെ ആ കുഞ്ഞിനെ എടുത്ത് കണ്ണടച്ചുകൊണ്ട്, കാരണം ഭയമുണ്ട്, കണ്ണടച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? എന്താണ് സത്സംഗം എന്ന് ചോദിച്ചു. നാരദർ ആ ചോദ്യം കഴിഞ്ഞിട്ട് വളരെ പതുക്കെ കണ്ണ് തുറക്കണം. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. വളരെ പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നാരദരുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു. ആ കുഞ്ഞ് ചോദിച്ചു, അല്ലയോ നാരദരെ, അങ്ങേക്ക് സത്സംഗത്തിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ ചോദിച്ചത്? അങ്ങേക്ക് സത്സംഗത്തിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായില്ലേ? നാരദർക്ക് അത്ഭുതം. ജനിച്ചു വീണ കുഞ്ഞ് തന്നോട് ചോദിക്കുക, തനിക്ക് സത്സംഗത്തിന്റെ ഗുണം മനസ്സിലായില്ലേ എന്ന്. നാരദർ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലാവണില്ല. ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ മുൻപ് ഒരു അത്തിമരത്തിന്റെ മുകളിൽ ഒരു പുഴുവായിരുന്നു. ആരായിരുന്നു? ഞാൻ മുൻപ് അത്തിമരത്തിന്റെ മുകളിലുള്ള പുഴുവായിരുന്നു. അങ്ങയോടുള്ള സംഘം കൊണ്ട്, സദ്ഗുണസമ്പന്നനായിട്ടുള്ള ദേവർഷിയായിട്ടുള്ള നാരദരോടുള്ള സംഘം കൊണ്ട്, അങ്ങയോടുള്ള സംസർഗം കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടുകയും വൈശ്വാനരന്റെ ഇല്ലത്ത് ഒരു പശുക്കിടാവായിട്ട് അടുത്ത ജന്മത്തിൽ ഞാൻ ജനിക്കുകയും ചെയ്തു. അങ്ങ് വീണ്ടും അവിടെ വന്നു. അങ്ങയോടുള്ള വീണ്ടും സംസർഗം ഉണ്ടായതുകൊണ്ട്, അങ്ങയോടുള്ള സംഘം കൊണ്ട് ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം, അതും ഒരു രാജാവിൻ്റെ മകനായിട്ട്, രാജകുമാരനായിട്ട് ജനിക്കാനുള്ള യോഗവും എനിക്കുണ്ടായത് അല്ലയോ നാരദരെ, അങ്ങയോടുള്ള സംഘം കൊണ്ടാണ്, അങ്ങയോടുള്ള സത്സംഗം കൊണ്ടാണ്. എന്നിട്ടും അങ്ങേക്ക് സത്സംഗം എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് ഈ കുഞ്ഞ് ചോദിച്ചപ്പോഴാണ് നാരദർക്ക് യഥാർത്ഥത്തിൽ താൻ ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാവുന്നത്. ഞാനിവിടെ പറയാൻ കാരണം, ഈ കൂടിയിരിക്കുന്ന സത്സംഗമാണ്. ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് നടന്നു വരുന്ന സത്സംഗമാണ്. സത്യനോടുള്ള കൂടിച്ചേരൽ, നല്ലതിനോടുള്ള കൂടിച്ചേരൽ. ആ നല്ലതിനോടുള്ള കൂടിച്ചേരൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സപ്താഹാദികളും അതുപോലെ ഏതെല്ലാം കാര്യക്രമങ്ങൾ നമ്മൾ ഓരോ സന്നിധാനത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്നോ അതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ സത്സംഗങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ വീടുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ സത്സംഗമായിട്ടാണോ ഇത് ഉണ്ടാകുന്നത്? അത് ദുസ്സംഗമാവുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക. അവിടെയാണ് നമുക്ക് വരുന്ന പ്രാചീനം. ഇന്ന് നമ്മുടെ എല്ലാ കുടുംബത്തിൻ്റെ അവസ്ഥ പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. നവധാഭക്തിയെ കുറിച്ച് പറയുന്നത് അല്ലേ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സത്യം, ആത്മനിവേദനം. 9 വിധത്തിൽ ഭക്തിയെ കുറിച്ച് പറയുന്നു. ഈ 9 ഭക്തിയും നമുക്ക് സപ്താഹവേദിയിലുണ്ട്. ശ്രവണം നമ്മളെല്ലാം കേൾക്കുന്നു, കീർത്തനം, വന്ദനം, ദാസ്യം, സത്യം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സത്യം, ആത്മനിവേദനം. ഈ 9 അവസ്ഥയിലൂടെ നമ്മുടെ മനസ്സിനെ ആ ഭക്തിയുടെ രസങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെങ്കിൽ അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എത്ര പേര് സപ്താഹ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? എത്ര പേരിലേക്ക് നമുക്ക് ഈ സപ്താഹത്തിൻ്റെ അവസ്ഥയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വരുന്ന ഓരോ സമയങ്ങളിലും, ഇവിടെ നിന്ന് മാത്രമല്ല, എവിടെയെല്ലാം സത്സംഗമുണ്ടോ അവിടങ്ങളിലൊക്കെ വളർന്നു വരുന്ന തലമുറയെ നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചേ മതിയാകൂ. അല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കേരളത്തിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നു. താമരശ്ശേരിയിൽ സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയ മകനെ നമ്മൾ കണ്ടു. എന്താ വിഷയം ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കുക. കോട്ടയത്ത് ചാരുകസേരയിൽ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ചാരുകസേരയിൽ ചാരിക്കിടന്ന അച്ഛൻ്റെ കഴുത്തിലൂടെ പേനാക്കത്തി കൊണ്ട് മുറിച്ച മകനെ നമ്മൾ കണ്ടു.
12 വയസ്സുള്ള ആൺകുട്ടി തൻ്റെ അനിയത്തിയായിട്ടുള്ള 10 വയസ്സുകാരിക്ക് മിഠായിക്ക് പകരം കൊടുത്തത് MDMA ആയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ടത് ഇതുപോലെ എവിടെ സത്സംഗങ്ങൾ നടക്കട്ടെ, എവിടെ സപ്താഹങ്ങൾ നടക്കട്ടെ, എവിടെ സത്സംഗങ്ങളോ അതുപോലെ ഏത് രീതിയിലുള്ള അറിവുകളാണോ കിട്ടുന്നത് അവിടങ്ങളിലൊക്കെ നമ്മൾ പോവുക, നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക, വരുന്ന തലമുറയിലേക്ക് ഈ സംസ്കാരത്തെ പകർന്നു കൊടുക്കുക. ആ സംസ്കാരത്തെ പകർന്നു കൊടുക്കുമ്പോൾ ആളുകൾ പറയും അത് അന്ധവിശ്വാസമാണെന്ന് പറയും. പക്ഷേ ആ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിൻ്റെ ദുഃഖമാണ്, ദുരിതമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സാംസ്കാരിക തനിമയുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ടെന്ന ബോധ്യത്തോടുകൂടി. കാരണം ആചാര്യന്മാർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമുക്കറിയാം, മാതാപിതാ ഗുരു ദൈവം. ആദ്യം മാതാവ് തീരുമാനിക്കണം എൻ്റെ മകനെ സത്സംഗത്തിലൂടെ വളർത്തണം, ധാർമ്മികമായിട്ട് വളർത്തണമെന്ന് മാതാവ് തീരുമാനിക്കണം. ആ മാതാവ് തൻ്റെ പിതാവിലൂടെ ഗുരുവിനെ കണ്ടെത്തിക്കൊണ്ട് ആ ഗുരുവിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് ആ ഗുരു ആ കുഞ്ഞിനെ ഈശ്വര ചിന്തയിലൂടെ ധാർമ്മിക ചിന്തയിലൂടെ വളർത്തുന്നതിന് കാരണക്കാരനാവുകയുള്ളൂ. അതുകൊണ്ട് ആചാര്യന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും, മാതാപിതാക്കൾ, മാതാവും പിതാവും ഒരുമിച്ച് വിചാരിച്ചാൽ വലിയൊരു ഗുരുസങ്കല്പം നമുക്കുണ്ട്. ആ ഗുരുസങ്കല്പത്തിലേക്ക് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നന്മയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഉപാധിയാക്കിയിട്ട് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ മാറണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടും അത് ഉദ്ധരിച്ചുകൊണ്ടും ഈ ഒരു സഭയിൽ നിങ്ങളെ കാണുവാനും ഈ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുവാനും ഗുരുക്കന്മാർ നിശ്ചയിച്ച സമയത്തെ, ഗുരുക്കന്മാർ നിശ്ചയിച്ച ആ സങ്കല്പത്തെ മനസ്സാ സ്മരിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി എപ്പോഴെങ്കിലും നിങ്ങളെ കാണുവാനും വീണ്ടും സംസാരിക്കുവാനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീറാം. നമ്മൾ വീണ്ടും ഒരുമിച്ച് ഭഗവത് സ്മരണത്തിനായി സന്നിഹിതരായിരിക്കുകയാണ്. ഇതിന് കാരണമായി നിൽക്കുന്ന വിശ്വനാഥക്കുറുപ്പ് അവരുടെ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ, ഹൃദയം കൊണ്ട് ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അത് ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. വർഷങ്ങൾ മുമ്പ് അദ്ദേഹവും ഞാനും പല പല കാര്യങ്ങളിൽ അടുത്ത് സഹകരിച്ചിരുന്നു. അനേകം സത്സംഗവേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും ദൂരങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുകയും സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഭാരതീയ വേദാന്തത്തിൻ്റെ ഹൃദയരഹസ്യങ്ങൾ വളരെയേറെ ലളിതമായി എല്ലാവരുടെയും മനസ്സിൽ സമർപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം ആ അവസരങ്ങളിലെല്ലാം ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ യാതൊരു മാറ്റവും കൂടാതെ ഇപ്പോഴും ഹൃദയത്തിൽ സ്പന്ദിക്കുന്നു. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥാനമാണിത്. അദ്ദേഹത്തിൻ്റെ ദിവ്യ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ ഈ അവസരത്തിൽ ചിന്തിക്കാം എന്ന് സങ്കല്പിക്കുന്നു. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ പരമപവിത്രമായ ഈ ആശ്രമത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വിശ്വനാഥക്കുറുപ്പ് അവരുടെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം. ആചാര്യൻ 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശ്രമത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി എന്നോടൊപ്പം ആദ്യം മുതൽ പ്രവർത്തിച്ച ഈ ശ്രീ രാമചന്ദ്രൻ നായർക്ക്
അകത്തു നിന്നാണ് ദീപം എടുത്തിരിക്കുന്നത്. ബാലശ്രുതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വായിക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കിയാൽ കിട്ടുന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കാം, വേണമെന്നുണ്ടെങ്കിൽ മതി. ഇപ്പം അങ്ങനെയല്ല. കാര്യം ഭാഗം വായിച്ച് ദൈവത്തിനെ പരിശോധിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് മടക്കി വെച്ച് വീട്ടിൽ പോകുന്ന ഇടപാടാണ്. ആ ഇടപാട് മതിയെങ്കിൽ ഇപ്പം മടക്കി പോകാം. ഇല്ല, മറ്റേ ഇടപാട് വേണമെങ്കിൽ തുറന്ന് നോക്കി വായിക്കാം. ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉള്ള മനുഷ്യരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ വെക്കൂ, അല്ലാതെ രക്ഷയില്ല. പിന്നെ വലിയ വിഷമമാണ്. അല്ലെങ്കിൽ അപ്പൊ ഈ വന്ന ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. സാക്ഷാൽ നിൻ പാദസ്പർശം കൊണ്ട് നിത്യം ആഗ്രഹിച്ചിടും ഭക്തന്മാർക്ക് അനുഭവിയാതെ മോക്ഷസാധനം പരമോദര ചിന്തകൾക്കും മേൽക്കുമേൽ അനുഭവിക്കായി വന്നിത് അനുഗ്രഹാൽ. എന്റെ കണ്ണാടി 7 വരി 8ാമത്തെ വരി വായിക്കാം. പായാണ് അക്ഷരം. ഞാൻ ഇതൊക്കെ ശൂന്യക്ഷരങ്ങളാണ്. ഇവിടെ പകാരമാണ്, സപ്തസ്വരത്തിലെ പഞ്ചമ ശബ്ദമാണ് പാ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയുണ്ട്. പാദപത്മം നമിക്കുന്നതാണല്ലോ വായിച്ചത്, അല്ലയോ? അപ്പോൾ ആ പാദപത്മം നമിക്കണമെങ്കിൽ മനസ്സിലായല്ലോ? അങ്ങനെ ആ പാദപത്മം മേളിൽ ഭജിച്ച് ഉഗ്രമായി ഭവിക്കട്ടെ. ഈ നാട്ടിലുള്ള സർവ്വജനങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സപ്താഹത്തിന്റെ സമാപനമായി ഈ സന്ദർഭത്തിൽ വീണ്ടും ഭാഗവതം വിജയകുമാറിനെ ഹരി ഓം